തിരുവനന്തപുരം വഴിയില 6-ാം കല്ലിൽ കാറിന് മുകളിലേക്ക് ആൽമരം കടപുഴകി വീണ ഒരു മരണം. പരപ്പാറ സ്വദേശി മോളിയാണ് മരിച്ചത്. സലീം മാലിക്കുണ്ട് വിവരങ്ങളുമായി സംഭവ സ്ഥലത്തുനിന്നും. സലീം, നേരത്തെ അപകടം സംഭവിക്കും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് കഴിയുമാണ് ഇപ്പോൾ മോളിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടം അത് വലിയ അപകടമാണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്? പ്രജിൻ, പ്രവിധ അങ്ങേയറ്റം സങ്കടകരമായ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് സമീപത്തായി ഈ വാഹനം ഇവർ ഈ മോളിയും ഒപ്പം തന്നെ സുഹൃത്തും വന്നിരുന്ന വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒപ്പം ഉണ്ടായിരുന്നയാൾ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള തട്ടുകടയിൽ നിന്ന് ദോശ വാങ്ങാനായി പോയതാണ്. പോകുമ്പോഴായിരുന്നു ഈ അപകടാവസ്ഥയിലുണ്ടായിരുന്ന ഈ ആൽമരം ഇതിലേക്ക് കടപുഴകി വീണത്. ഇത് നേരത്തെ ഈ നാട്ടുകാർ തന്നെ പറയുന്നത് നേരത്തെ ഇത് അങ്ങനെ ഒരു അപകടാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അപകടം ആരും പ്രതീക്ഷിച്ചിരുന്നതുമല്ല. മാത്രമല്ല ഇന്ന് രാവിലെയൊക്കെ വലിയ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. ആ സമയത്താകാം ഈ ആലിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചത് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. ഈ ആൽമരം നമുക്കത് ഏറെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരേ സമയം 6 കട്ടറുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ ആൽമരം തന്നെ മുറിച്ചു മാറ്റിയത്. അരമുക്കാൽ മണിക്കൂറിലധികം മോളി ആ കാറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കാറിന്റെ ഒത്ത നടുഭാഗത്തായി ഇവർ സൈഡ് സീറ്റിലായിരുന്നു ഇരുന്നത്. ഒത്ത നടുഭാഗത്തായി ഈ മരം വന്ന് പതിക്കുകയായിരുന്നു. അതും ഏറ്റവും വലിയ ശിഖരം തന്നെ കാറിന് മുൻപിലേക്ക് വന്ന് പതിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. അതോടുകൂടി പിന്നീട് വളരെ പണിപ്പെട്ടാണ് അവരെ പുറത്തേക്ക് എത്തിച്ചപ്പോൾ തന്നെ ആരോഗ്യസ്ഥിതി വലിയ മോശമായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അവിടെ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയതുമില്ല. നാട്ടുകാർ തന്നെ പറയുന്ന ഒരു വലിയ ശബ്ദത്തോടു കൂടി ഇവിടുത്തെ ലൈൻ കമ്പി ഉൾപ്പെടെ പൊട്ടിയാണ് ഈ കാറിനുള്ളിലേക്ക് ഈ മരം വീണത്. അതിനുശേഷം ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇതൊന്ന് മുറിച്ചു മാറ്റി കാറിൽ നിന്ന് അവരെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല. അതിനുശേഷം ഫയർഫോഴ്സിൽ വിവരമറിയുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും ചെയ്തിട്ട് അതിനുശേഷം 8 മണിക്ക് ആരംഭിച്ച ഈ മരം മുറിച്ചു മാറ്റുന്ന ചടങ്ങ് അത് 8:45 കഴിഞ്ഞ മോളിയെ മോളി രക്ഷിച്ച ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഈ മരം മുറിച്ചു മാറ്റുന്നത് അല്പസമയം മുൻപ് മാത്രമാണ് കഴിഞ്ഞത്. അതുവരെയും ഗതാഗതം ഇവിടെ നിയന്ത്രിച്ചിരിക്കുകയായിരുന്നു. ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം ഉൾപ്പെടെ അല്പസമയം മുൻപാണ് പുനഃസ്ഥാപിച്ചത്. ഈ മരിച്ച മോളി പരപ്പാറ സ്വദേശിനിയാണ്. 42 വയസ്സുകാരിയാണ് എന്നാണ് പറയുന്നത്. ഇവർ ഒരു ബ്യൂട്ടി പാർലർ സമീപത്തൊരു ബ്യൂട്ടി പാർലർ ജീവനക്കാരിയാണ്. ഇതിനുശേഷം ഈ ജോലി കഴിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ അപകടമുണ്ടായത്. നമുക്ക് ആ മരത്തിന്റെ ഈ ഏറ്റവും വേര് ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നും വലിയ അത്യാവശ്യം ആഴത്തിൽ തന്നെ നിന്നിരുന്ന മരമാണ് ഇവിടെ നിന്ന് അപ്പാടെ അങ്ങനെ കടപുഴകി വീണിരുന്നത്. മാത്രമല്ല ഈ വേര് ഭാഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായിരുന്നോ എന്ന് നാട്ടുകാരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നതുമില്ല. ഈ പ്രദേശത്ത് വലിയ തണൽ നൽകി നിന്നിരുന്ന മരമാണ് പെട്ടെന്ന് ഈ കാറിന് മുകളിലേക്ക് മറിഞ്ഞത്. ഇന്ന് രാവിലെ മറ്റൊരു സ്ഥലത്ത് ഹോട്ടലിന്റെ മതിലിടിഞ്ഞ് മഴയെ തുടർന്ന് ഹോട്ടലിന്റെ മതിലിടിഞ്ഞ് ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. അതിനുശേഷമാണ് അതിനേക്കാൾ വലിയ വ്യാപ്തിയുള്ള മറ്റൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ. പ്രജിൻ. ശരി സലീം, എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ഉണ്ടായത്. ഒരാളുടെ ജീവൻ കൂടി നഷ്ടമാവുന്നു ഈ മഴക്കാലത്ത്. ഇന്നലെ നമ്മൾ ഓർപ്പിച്ചതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം. ശക്തമായ മഴയുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കുക. സ്കൂളിൽ പോയാലും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കളിക്കുമ്പോഴും ഈ മരത്തിന് കീഴെ പോയി കളിക്കുന്നത് ഈ മഴക്കാലത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇപ്പോൾ സലീം പറഞ്ഞത് കേട്ടില്ല. അവിടെ നേരത്തെ അപകടാവസ്ഥയിലായിരുന്ന ഒരു മരമല്ല കടപുഴകി വീണത്. പക്ഷേ ഈ മഴയത്തൊക്കെ വെള്ളം താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ വേരുകൾക്ക് ബലക്ഷയം സംഭവിക്കാം. അങ്ങനെയാണ് മണ്ണടക്കം അത് കടപുഴകി വീഴുന്ന ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം വീട്ടുകാർ ശ്രദ്ധിക്കുക, കുട്ടികളെ പുറത്തേക്ക് ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അവിടെ കാറ് പാർക്ക് ചെയ്ത് ഒരു ആവശ്യത്തിന് വേണ്ടി നിർത്തിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തത്.